നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിൽ കാർലോ ആഞ്ചലോട്ടി എത്ര നാൾ തുടരും? സാബി അലോൺസോയുമായിട്ട് ഓൾറെഡി റയലിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ചർച്ചകൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വാർത്ത. ഇതങ്ങനെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയുമല്ല. അതാണ് ദി അത്ലറ്റിക്കിൻ്റെ ജേർണലിസ്റ്റായിട്ടുള്ള മരിയോ കാർട്ടഗാനയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത്ലറ്റിക്കിൽ ഈ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിലദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, ബ്രസീൽ വീണ്ടും ആഞ്ചലോട്ടിയെ കോച്ചാക്കാനുള്ള നീക്കത്തിലേക്ക് പോയേക്കും. റൊണാൾഡോ, അതായത് ഇതിഹാസ താരം റൊണാൾഡോ നസാരിയോ അവരുടെ പ്രസിഡൻ്റായിട്ട്, ബ്രസീൽ FAയുടെ CBFൻ്റെ പ്രസിഡൻ്റായിട്ട് ഇലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആഞ്ചലോട്ടി അവിടെ കോച്ചായി എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, ടിറ്റെ അദ്ദേഹത്തിൻ്റെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ബ്രസീൽ കാർലോ ആഞ്ചലോട്ടിയുമായിട്ട് ഒരു ഡീലിലൊക്കെ എത്തിയതായിരുന്നു. പക്ഷേ അവസാനം അന്ന് ടിറ്റയുമായിട്ട് ഡീലിലെത്തിയ എഡ്നാൾഡോ റോഡ്രിഗസിന് CBFൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം നഷ്ടപ്പെടുകയും ചില പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ആഞ്ചലോട്ടി റയൽ തന്നെ തുടരാൻ തീരുമാനിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എഡ്നാൾഡോ റോഡ്രിഗസ് അവരുടെ പ്രസിഡൻ്റൊക്കെ ആയെങ്കിലും പിന്നീട് ആഞ്ചലോട്ടിയെ കൊണ്ടുവരിക എന്നുള്ള കാര്യം നടന്നില്ല. ഡൊറിവാൾ ജൂനിയറെ സ്ഥിരം പരിശീലകനായിട്ട് അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. ഡൊറിവാളിൻ്റെ കീഴിൽ ബ്രസീലിൻ്റെ പ്രകടനം അത്ര മികച്ചതാണ് എന്നൊന്നും പറയാനും പറ്റില്ല. അപ്പോൾ ഒരുപാട് പ്ലാനുകളുമൊക്കെ പറയുന്നുണ്ട്. ഓൾറെഡി റൊണാൾഡോ നസാരിയോ അദ്ദേഹം ESPN കൊടുത്തിട്ട് നീണ്ട ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, R9 ഇൻ്റർവ്യൂ. അതിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്, ബ്രസീലിയൻ ഫുട്ബോളിനെ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുപോകാൻ തൻ്റെ കയ്യിലൊരു കൃത്യമായിട്ടുള്ള രൂപരേഖയുണ്ട് എന്ന്. അപ്പോഴാണ് മരിയോ കോർട്ടഗാനയുടെ ഈ ഒരു റിപ്പോർട്ട് കൂടി വരുന്നത്. റയലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദി അത്ലറ്റിക്കിൽ കൊടുക്കുന്നയാളാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നത്, ബ്രസീൽ ആഞ്ചലോട്ടിയെ വീണ്ടും കോച്ചാക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നേക്കും. റൊണാൾഡോ അവരുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് സംഭവിച്ചേക്കും. അപ്പോഴുള്ള ചോദ്യം, എന്ന് ആഞ്ചലോട്ടി റയൽ വിടുമെന്നുള്ളതാണ്. അതിലേക്കാണ് ഈ വിഷയം കൂടി നമ്മൾ നോക്കേണ്ടത്. സാബി അലോൺസോയുടെ കാര്യം. റയൽ മാഡ്രിഡ് ഇപ്പോൾ വിശ്വസിക്കുന്നത് സാബി അലോൺസോയുടെ മോഡേൺ ആൻഡ് ഡൈനാമിക് സ്റ്റൈൽ റയൽ മാഡ്രിഡ് സ്ക്വാഡിൻ്റെ പൊട്ടൻഷ്യൽ മറ്റൊരു തലത്തിലേക്ക് അൺലോക്ക് ചെയ്യാൻ അതിലൂടെ സാധിച്ചേക്കും. അതുപോലെ തന്നെ ടീമിൻ്റെ എനർജി റീഫ്രഷ് ചെയ്യാൻ സാബി അലോൺസോയെ കൊണ്ട് കഴിഞ്ഞേക്കും. അലോൺസോയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് റയൽ മാഡ്രിഡുമായിട്ട് ഓൾറെഡി ഈ സീസണിൽ ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. സാബി ഒരു പക്ഷേ സമ്മറിൽ തന്നെ പരിശീലക സ്ഥാനത്തേക്ക് എത്തിയേക്കാം. ആഞ്ചലോട്ടിയും ഈ ടോക്കുകളിൽ അവെയറാണ്. ആഞ്ചലോട്ടിക്ക് അറിയാം ഇങ്ങനെ ചില ചർച്ചകൾ ഇതിൻ്റെ സൈഡിലൂടെ നടക്കുന്നുണ്ട് എന്ന്. പക്ഷേ ആഞ്ചലോട്ടി അവിടെ തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് മരിയോ കോർട്ടഗാന പറയുന്നത്. അപ്പോൾ ഈ സീസണിലൊരു UEFA ചാമ്പ്യൻസ് ലീഗോ അല്ലെങ്കിൽ ലാ ലീഗ കിരീടമോ നേടുക എന്നുള്ളത് ആഞ്ചലോട്ടി തുടരണമെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ സാബി അലോൺസോ കോച്ചായിട്ടെത്താനുള്ള സാധ്യത അവിടെ തെളിയുന്നു. ഇന്നലെ ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, എപ്പോൾ റയൽ മാഡ്രിഡ് വിടും? ആഞ്ചലോട്ടിയോട് ചോദിക്കുകയാണ്, എപ്പോൾ റയൽ മാഡ്രിഡ് വിടും? അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്കറിയില്ല. എപ്പോഴാവും അതെന്ന് എനിക്കറിയില്ല, ഞാനത് തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് വ്യക്തതയുണ്ട്, ഞാൻ റയൽ മാഡ്രിഡ് വിടുകയാണെങ്കിൽ ഞാനല്ല അത് തീരുമാനിക്കുക, പ്രസിഡൻ്റായിരിക്കും, റയലിൻ്റെ പ്രസിഡൻ്റായിരിക്കും. ഇറ്റ് വിൽ ഹാപ്പൻ സൂണർ ഓർ ലേറ്റർ. അതായത് അദ്ദേഹമായിട്ട് പോകില്ല, പറഞ്ഞു വിടുകയാണെങ്കിൽ പോകും. അതാണ് റയലിൻ്റെ പ്രസിഡൻ്റായിരിക്കും തീരുമാനിക്കുക എന്ന് പറഞ്ഞതാണ്. അത് ഒരു പക്ഷേ പെട്ടെന്നാവാം, അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ടാവാം എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. ആഞ്ചലോട്ടിക്ക് അവിടെ തുടരാൻ താല്പര്യവുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.